പാതിവില തട്ടിപ്പ് നിലമ്പൂരിൽ ഇരകളുടെ യോഗം ചേർന്നു. പരാതി നൽകിയിട്ടും നിലമ്പൂർ പോലീസ് നടപടിയെടുത്തില്ലെന്നും പരാതികൾക്ക് രസീത് പോലും നൽകിയില്ലെന്നും ഇരകൾ ആരോപിച്ചു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. നിലമ്പൂർ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് സ്കൂട്ടർ ഉൾപ്പെടെ പാതിവിലയ്ക്ക് വാഗ്ദാനം നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത്. 125-ലേറെ പേർ പരാതി നൽകിയെങ്കിലും മലപ്പുറം സ്വദേശി നജ്ലയുടെ പരാതിയിൽ മാത്രമാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തതെന്നും ഇവർ പറഞ്ഞു. ഞാൻ ഏപ്രിൽ 8-ാം തീയതിയാണ് പൈസ അടച്ചത്. 63,000 രൂപ ഞാൻ ബൈക്കിന് വേണ്ടിയിട്ടാണ് അടച്ചത്. 3 മാസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് 6 മാസത്തോളം ഞങ്ങളൊന്നും ക്ഷമിച്ചും മിണ്ടാതെന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് നേരം വൈകും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതൊക്കെ അങ്ങനെ 6 മാസത്തോളം വൈകിട്ടായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഒരു 6 മാസത്തോളം വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ബിനോയ് പാട്ടത്തിലിനെ പോയി കണ്ട് സംസാരിച്ചു. ഞങ്ങൾക്ക് ഇനിയും വൈകിട്ടുണ്ട്, ഞങ്ങൾ കേസ് കൊടുക്കുന്നു പറഞ്ഞപ്പം അയാൾ പറഞ്ഞു കുഴപ്പമില്ല, കേസ് കൊടുത്താലും ഞങ്ങൾക്ക് വാദിക്കാൻ വലിയ വലിയ വക്കീൽമാരുണ്ട്, നിങ്ങൾ കേസ് കൊടുത്തെന്ന് വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും വരാനില്ല എന്നാണ്. അതോടുകൂടെ പിന്നെ ഞങ്ങളെ പൈസ അയാളെ കയ്യിലായതുകൊണ്ട് ഞങ്ങൾ പേടിച്ചു. അന്ന് ഞങ്ങൾ അങ്ങനെ തന്നെ പോന്നു. പിന്നെ അയാൾ ഇതേപോലെ ഓരോ മാസവും വൈകി അടുത്ത മാസം ഫസ്റ്റ് കിട്ടും അല്ലെങ്കിൽ അടുത്ത മാസം ലാസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ വൈകി. അങ്ങനെ ഒരു കഴിഞ്ഞ മാസം ജനുവരിയിലാണ് പിന്നെ ഞങ്ങൾക്ക് അനന്തകൃഷ്ണനെ പിടിച്ചു എന്നുള്ള ഒരു ന്യൂസ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇയാളെ വിളിച്ചു നോക്കി, ഇങ്ങനെ നിങ്ങളെ മേലെ ഉള്ള ആളെ പിടിച്ചു എന്നുള്ള ന്യൂസ് കണ്ടല്ലോ, ഞങ്ങളെ പൈസയൊക്കെ പോകുമോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ വിളിച്ചു നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല, അയാൾ ഇറങ്ങി കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പൈസ തരാം, പിന്നെ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെയും അയാളെ നിരന്തരം വിളിച്ചുകൊണ്ട് നിന്നപ്പോഴും അയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ തരും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഗതി കെട്ടാണ് പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തത്. പരാതി കൊടുത്തപ്പോൾ അവിടെ അതിനെക്കാട്ടും വലിയ ഇടങ്ങാറ് ഞങ്ങൾക്ക് ഉണ്ടായത്. കാരണം വെച്ചാൽ നമ്മളെ വെറും ഒരു പരിഹാസ രൂപേണയാണ് പോലീസുകാർ നമ്മളെ കണ്ടത്. പാട്ടത്തിന് കിട്ടിയോ, ഞങ്ങൾ പരാതി തന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നിങ്ങളെന്താ പിടിക്കാത്തത്, ഇനി ഞങ്ങളല്ല കേസ് അന്വേഷിക്കുന്നത്, ഈ ക്രൈംബ്രാഞ്ചിൽ കൊടുത്തിട്ടുണ്ട്, അവരാണ് ഇനി ബാക്കിയുള്ളതൊക്കെ നീക്കുക, അവരാണ് പിടിക്കുക എന്നാണ് പറഞ്ഞത്. എന്നാൽ സമാന പരാതികളായതിനാലാണ് ഒരു പരാതിയിൽ മാത്രം കേസെടുത്തതെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. നിലമ്പൂർ പോലീസ് തനിക്കെതിരെ ഒരു നടപടിയും എടുക്കില്ലെന്ന് ബിനോയ് പാട്ടത്തിൽ നേരത്തെ പറഞ്ഞതായും ഇരകൾ ആരോപിക്കുന്നു. ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന്റെ മേൽനോട്ടത്തിലാണെന്ന് പറഞ്ഞ് നിലമ്പൂർ പോലീസ് കൈ കഴുകുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. കാശ് വാങ്ങിയിരിക്കുന്ന ബിനോയ് പാട്ടത്തിൽ എന്ന വ്യക്തിയെക്കുറിച്ച് യാതൊരു അറിവില്ല, പോലീസ് അന്വേഷിക്കുന്നില്ല. ഞങ്ങൾ ന്യായമായും ഞങ്ങളും ഇരകളും സംശയിക്കുന്നു, പോലീസിനും കൂടെ ഇതിനകത്ത് പങ്കുണ്ട്. കാരണം ഇവരെ വഞ്ചിച്ചത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ആൾക്കാരായ പോലീസും അതുപോലെ തന്നെ നിലമ്പൂർ സ്ഥലം MLA അതുപോലെ നഗരസഭാ ചെയർമാൻ ഇവരെല്ലാവരും കൂടി പൊതുപരിപാടി നടത്തി ഇവർക്ക് അനുകൂലമായിട്ട് ഇവരെ വായ് തോരാതെ ഇവർക്ക് അനുകൂലമായി പ്രസംഗിച്ച് അവരും കൂടെയാണ് ഇവരെ വെട്ടിലാക്കിയത്. ഇന്നും ആ CI തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, ആ CI തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന വിരോധാഭാസം കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, അത് ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തേണ്ടതാണ്, അതും ചെയ്തിട്ടില്ല. പിന്നെ MLA ഇന്ന് MLA അല്ല, ഇനിയിപ്പോൾ അടുത്തൊരു പരിപാടി വെക്കുന്നുണ്ട്, ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും ഈ ബിനോയ് പാട്ടത്തിലെ പരിപാടി ഉദ്ഘാടനം ചെയ്ത അതേ ആളുകളെ തന്നെ വെച്ചിട്ട് ഒരു പ്രതിഷേധ പരിപാടിയും കൂടെ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങളും ക്ഷണിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ തീരുമാനം. മറ്റൊന്ന്, ഇവർക്ക് വേണ്ട നിയമസഹായം ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോഴോ സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരോട് ചോദിച്ചാൽ കാശ് കൊടുത്തത്, എന്തിനാണ് കുട്ടന്മാരെങ്കിൽ അവർക്ക് കാശ് കൊടുത്തത്? പക്ഷെ അവർ കാശ് കൊടുത്തത് ഇവർ പറഞ്ഞിട്ടാണ്, ഇവരുടെ വിശ്വാസത്തിലാണ് ഇവർ കാശ് കൊടുത്തത്. എന്തായാലും കാശ് ഇവർക്ക് തിരിച്ചു കിട്ടാനും വേണ്ടി ഇവിടെ പല അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മരട് ഫ്ലാറ്റ് പൊളിച്ചു, അത് സർക്കാരല്ല പൊളിച്ചത്, അത് നിയമവിധേയമല്ലാത്തതുകൊണ്ട് കോടതി ഉത്തരവിനടിസ്ഥാനത്തിൽ പൊളിച്ചതാണ്. ആ പൊളിക്കുന്നതിന് മുമ്പ് അവിടുത്തെ താമസക്കാരെല്ലാവരും മാറ്റിയിരുന്നു. അവർക്കൊക്കെ എവിടെ നിന്നെടുത്താണോ നഷ്ടപരിഹാരം കൊടുത്തത് അവിടെ നിന്ന് എടുത്ത് ഇവർക്കും നഷ്ടപരിഹാരം ഇവരുടെ പണം തിരിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, സൈക്കിൾ എന്നിവയുടെ പേരിലായിരുന്നു തട്ടിപ്പ്. സ്വർണം പണയം വെച്ചും വായ്പ മേടിച്ചും സ്കൂട്ടറിനുൾപ്പെടെ പണം നൽകിയവരാണ് പറ്റിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ സ്കൂട്ടറിനും പാതിവിലയ്ക്ക് പുറമെ ബിനോയ് കമ്മീഷൻ ഇനത്തിൽ 3000 രൂപയും തൻ്റെ കാർഷിക സൊസൈറ്റിയുടെ പേരിൽ 2000 രൂപയും വാങ്ങിയിട്ടുണ്ട്. A+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്,
family splash slide, open body slide, closed body slide, 16D theatre, children's park, zip line, zip cycle, fly carpet തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.